ഉസ്താദാണ് നമ്മളെ വിഷയം. ഷാദുലി വഴിയിലെ മഹാനവറുകൾ വന്നു. ഷാദുലി വഴിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഷാദുലിയാക്കളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടുകാരെ എല്ലാ വിഷയത്തിനും ഓലൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. നാട്ടുകാരെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. ഷാദുലി വഴിയിലാണ് അത്തിപ്പറ്റ ഉസ്താദ്. എല്ലാ വിഷയത്തിലും ഉണ്ട്. ആംബുലൻസ് വാങ്ങാൻ വരെ ഉണ്ടാവും മൂപ്പര്. മാർബിൾ വാങ്ങാൻ പോണടുത്ത് വരെ ഉണ്ടാവും എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിലും ഉണ്ടാവും. അത് ഷാദുലിയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ സാധാരണക്കാരുടെ എല്ലാ വിഷയത്തിലുള്ളതോടുകൂടെ ബാത്തിൻ അല്ലാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ജീവിതം, അതാണ് ഷാദുലിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത്. അതന്നെയാണ് മഹാനവറുകളെ നമുക്ക് കാണാനും സാധ്യമാകുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വാലിഹീങ്ങളെ പറയണം, സ്വാലിഹീങ്ങളെ കേൾക്കണം, സ്വാലിഹീങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. മക്കൾക്കൊക്കെ എപ്പോഴും സ്വാലിഹീങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. മനാഖിബുകൾ, നല്ല മനുഷ്യന്മാരെ മനാഖിബ് പറഞ്ഞു കൊടുക്കണം. പഴയ കാലത്തൊക്കെ വല്ലിപ്പന്മാര് പറഞ്ഞു കൊടുത്തിരുന്ന താരീഖുകളൊന്നും ഇന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞു കൊടുത്താൽ തന്നെ നമ്മളെക്കാൾ സ്വാലിഹായിരിക്കും നമ്മളെ വാപ്പ, വാപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പ, വല്ലിപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പാന്റെ വാപ്പ. നമ്മളെ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും നഖം മുറിക്കാതെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയിട്ടുണ്ടാവില്ല. നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മുറിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഇനി ഇപ്പൊ കയ്യുമ്മത്തെ വിരല് സാക്ഷിക്കാരം. വേറെ തെളിവൊന്നും വേണ്ടി വരില്ല. നമ്മളെ വാപ്പ വെള്ളിയാഴ്ച ജുമയ്ക്ക് നഖം മുറിക്കാതെ പോയിട്ടില്ല. നമ്മള് കയ്യുമ്മക്ക് നോക്കിയാൽ കാണൂലെങ്കിലും കാലുമ്മ നോക്കിയാൽ ഏതായാലും കയ്യും ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും. കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, ചുരുങ്ങിയത് 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഈ കന്നുകൾ വളർത്തുന്ന ആൾക്കാര് കുറെ കൊല്ലം കഴിയുമ്പോ കന്നിന്റെ കാലുമത്തെ ഈ കുളമ്പ് നേരാക്കാൻ വേണ്ടി ഒരാളെ കൊടുന്നിട്ട് അത് ചെത്തി നേരാക്കണ്ട, ഇതേമാതിരി നേരാക്കേണ്ടി വരും. നമ്മളെ പലപ്പോഴും കാല് നോക്കിയാൽ കാണാം. നമ്മളെ വാപ്പാക്ക് അങ്ങനെയല്ല, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നഖം മുറിച്ചിട്ടുണ്ട്. നമ്മളെ വാപ്പാക്കും ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ തന്നെ ആയിരുന്നു, 25 മണിക്കൂർ ഉണ്ടായിട്ടൊന്നുമില്ല. വാപ്പാക്കും ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം തന്നെ ഉണ്ടായിട്ടുള്ളൂ. വാപ്പാക്ക് 8 ദിവസം ഒന്നും ഉണ്ടായിട്ടില്ല. വല്ലിപ്പാക്ക് ആകെ ഒരു കൂട്ട് തുണിങ്കുപ്പായാണ് ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകാൻ വേണ്ടി വ്യാഴാഴ്ച തന്നെ ആകെയുള്ള ഒരു കൂട്ട് തുണിങ്കുപ്പായും തിരുമ്പി ഉണക്കി നേരാക്കിയിരുന്നു. വ്യാഴാഴ്ച തന്നെ നാളെ വെള്ളിയാഴ്ചയെന്ന് ഓർമ്മയുണ്ട്. നമുക്ക് വെള്ളിയാഴ്ച പള്ളിക്കെന്ന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് പടച്ചോനെ ഇന്ന് പള്ളിക്കല വെള്ളിയാഴ്ചയുള്ള റബ്ബേ എന്ന് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ്. നമ്മളെ വാപ്പ